എന്തുകൊണ്ട് വെയിറ്റ് കുറയുന്നില്ല? എത്ര ഡയറ്റ് എടുത്തിട്ടും വെയിറ്റ് ട്രെയിനിങ് ചെയ്തിട്ടും നിങ്ങളുടെ വെയിറ്റ് കുറയുന്നില്ല? ഈ ഒരു പ്രശ്നമുള്ളവർ ഒരുപാടാണ്. മേ ബി നിങ്ങൾക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാവാം. നമ്മുടെ ശരീരത്തിൽ ബാലൻസ്ഡ് ആയിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ എന്നിവ. അതുപോലെ വെയിറ്റ് കുറയുന്നതിനായി മെഡിക്കലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ സീരീസിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ സേവ് ചെയ്യുക. അതുപോലെ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവലിനെ കുറിച്ചായിരിക്കും ആലോചിക്കുക. എന്നാൽ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇൻസുലിൻ എന്ന ഹോർമോണിനെ പറ്റിയാണ്. ഇൻസുലിൻ എന്നത് നമ്മുടെ കോശങ്ങളിലേക്ക് ഗ്ലൂക്കോസിനെ എത്തിക്കാനുള്ള ഒരു ഗേറ്റ് വേ ആണ്. അതുവഴിയാണ് ഗ്ലൂക്കോസ് എനർജി ആയിട്ട് മാറുന്നത്. ഗ്ലൂക്കോസ് എനർജിയായി മാറുന്നതോടൊപ്പം തന്നെ ഫാറ്റായിട്ടും മാറ്റം സംഭവിക്കുന്നുണ്ട്. ഈ ഒരു ഫാറ്റ് നമ്മുടെ ശരീരത്തിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ നല്ല ആരോഗ്യത്തിനും എനർജിക്കും വേണ്ടിയുള്ള ഫാറ്റ് സ്റ്റോറേജ് പ്രോസസ് ഇൻസുലിൻ വഴി മുൻപേ പറഞ്ഞ പോലെ നടക്കുന്നു. ബട്ട് കറന്റ് സെനറിയോയിൽ എക്സസീവ് കാലറി ഇൻടേക്ക് കാരണം ഈ ഒരു ഹോർമോൺ ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. ജങ്ക് ഫുഡ്സും എക്സസീവ് ഷുഗർ ഇൻടേക്ക് കാരണം എക്സസ് കാലറി ഇൻടേക്ക് ആണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്. ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. കാലറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക. അതുപോലെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ലെവൽ ഒരു നോർമൽ റേഞ്ചിലേക്ക്, അതായത് ഒരു ഹെൽത്തി റേഞ്ചിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അതുകൊണ്ട് തന്നെ ഡയറ്റ് ആൻഡ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഫാസ്റ്റിംഗ് ഇൻസുലിൻ ലെവൽ നോക്കി അതിനൊരു നോർമൽ റേഞ്ചിലേക്ക് കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വേറൊരു മെഡിക്കൽ കണ്ടീഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് സൗഖ്യയുടെ പേജ് ഫോളോ ചെയ്യുക. കൂടാതെ സൗഖ്യയുടെ യോഗ വെൽനസ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.